നല്ല അടിപൊളി ഒരു സേമിയ കസ്റ്റേർഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വളരെ അടിപൊളിയാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നിങ്ങൾക്ക് നല്ല രുചികരമായിട്ടുള്ള ഒരു നിങ്ങളുടെ വിശപ്പും ദാഹവും ഒക്കെ മാറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി എന്താ പറയുന്നത് ഒരു കസ്റ്റേർഡാണിത്. ഞാൻ കുറേ കസ്റ്റേർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ആ വീഡിയോ പോയി കാണണം. അത് നിങ്ങൾക്ക് ഈ ഒരേ ഒരു ചാനലിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിസാമാസ് ഫുഡ് ആൻഡ് ഡേറ്റ്സ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതാ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് വെർമിസെല്ലി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഒരുപാട് അങ്ങ് വലുപ്പവും വേണ്ട, കുറച്ച് എന്നാൽ തീരെ പൊടിയാവുകയും വേണ്ട. ഇനി നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഇതാ നമ്മുടെ വെർമിസെല്ലി ഇവിടെ ഗോൾഡൻ ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ലിറ്റർ പാലാണ് ചേർക്കാൻ പോകുന്നത്. ആ പാലിലേക്ക് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ചത് വേണമെങ്കിലും ചേർക്കാം, പൊടിക്കാത്തത് വേണമെങ്കിലും ചേർക്കാം, ഒരു കുഴപ്പമില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒന്ന് ജസ്റ്റ് തിളക്കിയൊന്നും വേണ്ട. അതിന് മുൻപായിട്ട് തന്നെ നമുക്ക് ഈ പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ്. അവരവരുടെ മധുരത്തിന് അനുസരിച്ചുള്ള പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര കുറച്ച് കൂടിയിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമുക്ക് ഇതൊരു കസ്റ്റേർഡ് ആകുമ്പോൾ നമുക്ക് കുറച്ച് സ്വീറ്റ് ആയിട്ട് തന്നെ കഴിക്കുന്നതാണ് ഇതിനൊരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് പഞ്ചസാരയൊക്കെ ആ പാലിൽ നല്ലതായിട്ടൊന്ന് മിക്സായി വരണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലതായിട്ടൊന്ന് തിളച്ച് വരുന്നതിന് മുൻപ് നമുക്കിതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെർമിസെല്ലി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം വെർമിസെല്ലി ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് പാലിലേക്ക് അങ്ങ് കട്ട പിടിച്ച് കിടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. കൈ എടുക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം. നല്ലതായിട്ടൊന്ന് വെന്ത് വരണം നമുക്ക് വെർമിസെല്ലി, അല്ലെങ്കിൽ നമുക്ക് അത് കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പം നന്നായിട്ട് നമുക്ക് വെന്ത് തന്നെ വരണം. ഇതാ കണ്ടോ, ഞാൻ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, കൈ എടുക്കുന്നേ ഇല്ല. അപ്പം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇത് ഗ്യാസിൽ ഇത് വെച്ചിട്ട് നിങ്ങൾ എങ്ങും പോകരുത്. അവിടെ തന്നെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ കുക്ക് ചെയ്യണം. അപ്പോൾ അതാ നമുക്ക് വെർമിസെല്ലിയൊക്കെ ഇങ്ങനെ നല്ലതായിട്ടൊന്ന് വെന്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ഒരു എന്താ പറയുന്നേ ഒരു നല്ല ഒരു കുറുകിയൊക്കെ വരുന്നുണ്ട്. നമുക്കിത് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡറാണ്. ആ പൗഡറിലേക്ക് 2 ടേബിൾ സ്പൂണ് നമുക്ക് ചെറിയ ചൂട് പാൽ വേണം. ചെറിയ ചൂട് പാൽ തന്നെ വേണം, തണുത്ത പാൽ ഒഴിക്കരുത്. അപ്പം അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാല്. അപ്പം തണുത്ത പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്കത് ഇളക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ദാ നമ്മുടെ വെർമിസെല്ലിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വെന്ത് വരുന്നുണ്ട്. നമുക്കിനി ഒന്നുകൂടെ ഈ മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം കട്ടയില്ലാതെ നമുക്ക് കുറച്ചായിട്ട് ഈ വെർമിസെല്ലി മിക്സിലേക്ക് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കസ്റ്റേർഡൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേകം ആ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ലതായിട്ട് കട്ടയില്ലാതെ വേണം ഇത് ഇളക്കി കൊടുക്കാൻ. കാരണം ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പാലൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് പാല് നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം കേട്ടോ നമ്മൾ വെർമിസെല്ലിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. വെർമിസെല്ലിയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താ കണ്ടോ, നല്ലതായിട്ട് വെന്ത് വരണം. നമ്മളത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ലതായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം, മിക്സ് ആക്കി കൊടുക്കണം. ഞാനിപ്പോൾ കുറച്ച് ലോ ഫ്ലെയിമേലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് നല്ലതായിട്ടൊന്ന് തിളച്ച് എന്താ പറയുന്നത് അതൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ വേണം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ വെർമിസെല്ലി കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മണിക്കൂർ ഇത് റെഫ്രിജറേറ്ററിൽ വെക്കണം. അപ്പം പിന്നെ ഫ്രീസറിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ താഴെ തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ എനിക്കിതാ നല്ല ജ്യൂസി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ എഴുതി അറിയിക്കണം. ഞാനിവിടെ കുറച്ച് ഇതിലേക്ക് ഇടാനായിട്ട് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. പോമിഗ്രാനൈറ്റ്, ഗ്രേപ്സ്, കറുത്ത മുന്തിരി, പച്ച മുന്തിരി, പിന്നെ എന്താ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കസ്കസ്, ഒരു ആപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 ഗ്ലാസ് ഞാൻ എടുത്തു. ഞങ്ങളിവിടെ 4 പേരായതുകൊണ്ടാണ് ഞങ്ങൾ 4 ഗ്ലാസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കസ്കസ് ആണെങ്കിൽ ഇട്ട് കൊടുക്കാം. കസ്കസ് ഞാൻ ഇടുന്നൊന്നും കാണിച്ചിട്ടില്ല, കാരണം ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് കസ്കസ് ഇട്ടായിരുന്നു. അതിലേക്ക് ആ ബൗളിൽ ഒരു 1/4 ബൗൾ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഈ കസ്കസ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് നല്ലതായിട്ട് കുതിർന്ന് വരും. അപ്പോൾ കസ്കസ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ വെർമിസെല്ലിയുടെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ എന്താണ്ട് ഈ 2 തവി ഞാൻ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്തു, കാരണം എന്നാലേ അത് കാണാൻ ഒരു ഭംഗിയേ ഉണ്ടാവത്തുള്ളൂ, നമുക്കൊരു തട്ടായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ വെർമിസെല്ലി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഫ്രൂട്ട്സ്, അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എത്രയാണോ അത്രയും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അരിഞ്ഞു കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കടിക്കാൻ വലുതായിട്ട് അരിയുന്നതിനെക്കാട്ടിലും ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കണം. ആപ്പിളും ടൂട്ടി ഫ്രൂട്ടി എല്ലാം ഞാൻ കുറച്ചായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുന്തിരി, കറുത്ത മുന്തിരി ഞാൻ കട്ട് ചെയ്തിട്ടില്ല, അതൊന്നായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചെറിയ കുരുവൊക്കെ കാണും കേട്ടോ. അത് നമ്മൾ കഴിക്കാൻ നേരം അതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പച്ചമുന്തിരി ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ പിന്നെ ഞാൻ ആ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബാക്കി വെർമിസെല്ലിയുടെ മിക്സ് കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഫ്രൂട്ട്സ് ആഡ് ചെയ്യാമോ അത്രയും ഫ്രൂട്ട്സ് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതിനൊന്നും ഇത്ര കണക്കൊന്നൊന്നുമില്ല. നമുക്ക് എത്രയാണോ, ഇപ്പോൾ പോമിഗ്രാനൈറ്റ് മാത്രമേ ഉള്ളെങ്കിൽ അതുകൊണ്ട് തന്നെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ കയ്യിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അതും കൂടെ ഒന്ന് ആഡ് ചെയ്തു. അപ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു ടൂട്ടി ഫ്രൂട്ടി ഇടുമ്പോൾ ഒരു മധുരം വേറൊരു ടേസ്റ്റ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാനിത് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനത് ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് വെർമിസെല്ലിയും കൂടെ ഞാൻ ആഡ് ചെയ്യുവാണ്. കാരണം നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ സാധനം. അപ്പോൾ നല്ലതായിട്ട് ഇത് 1 ഗ്ലാസ് കുടിച്ചാൽ ശരിക്കും വയറ് നിറയും കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാതെ ഇരിക്കത്തില്ല. കുട്ടികൾക്കാണെങ്കിലും വളരെ ഇഷ്ടപ്പെടും. നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ മാറി കിട്ടും. ഞാൻ എല്ലാ ഗ്ലാസ്സിലേക്കും പിന്നെ ഞാൻ വെർമിസെല്ലി മിക്സ് ചെയ്യാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്കും കുറച്ച് ഫ്രൂട്ട്സ് നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ പിന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഏത് ഫ്രൂട്ട്സ് ആണോ ആദ്യം വേണ്ടത് അത് തന്നെ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഏത് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കൂടുതൽ വേണോ അത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. പക്ഷേ നമ്മൾ തണുത്ത് കഴിക്കുന്നതാണ് വളരെ നല്ലത്. അത് അന്നേരമാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം നിങ്ങൾ 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചത് തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങളിത് ഇങ്ങനെ കുടിക്കാവൂ. അപ്പം നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ ക്ഷീണങ്ങളൊക്കെ മാറി കിട്ടും. അപ്പം കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളരെ ഇഷ്ടമാണ്. കൊച്ചു കുട്ടികൾക്ക് വരെയും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പറ്റിയതാണ്. അവർക്കെല്ലാം ഉണ്ടാക്കാൻ ഈസി ആയിരിക്കും. അപ്പം ഈ കുക്ക് ചെയ്യാൻ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ എന്താ പറയുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കുക്കിങ്ങിനോടുള്ള പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുകയും ചെയ്യും. അപ്പം കുട്ടികളെയൊക്കെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുക. അവരോടൊക്കെ കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്താൽ ഞാൻ അതിൻ്റെ മണ്ടയിലെടുത്ത് നല്ല ചുവപ്പ് കളറിലുള്ള നല്ല ചെറി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുടിക്കാൻ തോന്നില്ലേ? അപ്പം ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ല എങ്കിൽ നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചോ കേട്ടോ. ഇതിനകത്ത് എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത് ഒള്ളി ചാനൽ ഏതാണ്? ലിസമ്മാസ് ഫുഡ് ആൻഡ് ടിപ്സ്. അതിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. വീണ്ടും അടുത്തൊരു പുതിയ കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.